മുനമ്പം വിഷയത്തിൽ അതിനിർണായകമായ ഉത്തരവ്. മുനമ്പം വഖഫ് ഭൂമിയിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായെന്നും കോടതി വ്യക്തമാക്കി. ബിനിലാണ് വിവരങ്ങളുടെ വിശദാംശങ്ങളുമായിട്ടുള്ളത്. ബിനിൽ, നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് നിയമം അനുസരിച്ചുള്ള പ്രൊസീഡിങ്സേ പറ്റൂ എന്ന നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വഖഫ് ഭൂമിയല്ല, ഇത് ഗിഫ്റ്റ് ഡീഡ് ആണ് എന്ന നിലയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണോ? എന്താണ് സംഭവിച്ചത്? അഭിലാഷ്, ഇത് യഥാർത്ഥത്തിൽ ഈ ഹർജി ഉണ്ടായിരുന്നത് സർക്കാരിന്റെ ഒരു അപ്പീലായിരുന്നു. അതായത് സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ അവിടുത്തെ ഭൂമിയുടെ പരിശോധനകൾക്ക് നിയോഗിച്ചിരുന്നു. അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഇത്തരത്തിൽ പിന്നീട് അതിനെതിരെ അപ്പീൽ പോയി. ആ അപ്പീലിലാണ് ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ആ ഉത്തരവില് ഈ സർക്കാരിന് ഇത്തരത്തിലൊരു കമ്മീഷനെ വയ്ക്കാനും ആ ഭൂമി പരിശോധിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. അതിനൊപ്പമാണ് വളരെ സുപ്രധാനമായ നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ ഉത്തരവിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമിയായി കണക്കാക്കാൻ കഴിയില്ല എന്നതാണ്. 1950 ഡീഡ് പ്രകാരമാണ് ഇത് വഖഫ് ഭൂമി എന്ന രീതിയിലേക്ക് ഫാറൂഖ് കോളേജിലേക്ക് വരുന്നത്. അത് ആ ഡീഡ് പരിശോധിക്കുമ്പോൾ തന്നെ അതിലെ വ്യവസ്ഥ പ്രകാരം അത് തിരിച്ചെടുക്കാനുള്ള ഒരു വ്യവസ്ഥ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ 1950 ആധാരപ്രകാരം അതൊരു ദാനാധാരമായി മാറുകയാണ്. അതിൽ വഖഫായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമി തർക്കം നമുക്കറിയാം. അതിൽ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രിബ്യൂണലിൽ ഈ ഭൂമി തർക്കം നിലനിൽക്കുകയാണ്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രിബ്യൂണലിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ട്രിബ്യൂണലിന് മുകളിലുള്ള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് തന്നെ ഇത് ഒരു വഖഫ് ഭൂമിയായി കണക്കാക്കാൻ കഴിയില്ല എന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഈ മുനമ്പത്തെ തർക്കങ്ങളിൽ, ഭൂമി തർക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അഭിലാഷ്, ഇതിൽ ബിനിൽ, നേരത്തെ ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയ ഒരു കാര്യം, വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ട്രിബ്യൂണലിനാണ് ഇക്കാര്യത്തിൽ ഭൂമിയുടെ സ്റ്റാറ്റസ് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വമെന്ന് വ്യക്തമാക്കിയിരുന്നു. സാധാരണ നിലയിൽ അങ്ങനെ തന്നെയാണ് താനും അതിന്റെ നടപടിക്രമം. ഈ വിധി ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനത്തെ അല്ലെങ്കിൽ ആ സമിതിയുടെ നിയമനത്തെ ശരിവെച്ചിട്ടുണ്ടോ? അവർക്ക് അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? തീർച്ചയായും അഭിലാഷ്, സർക്കാർ ഇത്തരത്തിൽ ഈ ഭൂമിയുടെ പരിശോധനയ്ക്ക് ഒരു കമ്മീഷനെ വയ്ക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് പരിശോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ പരിശോധനകൾ സർക്കാരിന് അതിന്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഇതിൽ സുപ്രധാനമാകുന്നത് ഇപ്പോൾ ട്രിബ്യൂണൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. അതായത് ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഈ മുനമ്പം ഭൂമി തർക്കത്തിലെ ആഴത്തിലുള്ള വാദങ്ങൾ കോടതിയിൽ ഉണ്ടായി. അതായത് 1950 ആധാരവും അടക്കമുള്ള കാര്യങ്ങളിൽ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ വന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യങ്ങൾ വന്നപ്പോൾ കോടതി അതിൽ കൂടി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതായത് ഈ സർക്കാരിന്റെ അപ്പീലിൽ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് ഈ കമ്മീഷനെ നിയമിച്ച്, അതായത് ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഒരു IC ആയിട്ടാണ് സർക്കാർ ഇതിനെ വ്യക്തമാക്കുന്നത്. ആ രീതിയിലാണ് സർക്കാർ വ്യാഖ്യാനിച്ചിരുന്നത്. ആ ICയുടെ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതിക്ക് മുന്നിൽ വരികയും ആ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. അതോടൊപ്പം മുനമ്പം പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിയിക്കുകയാണ്, സമാധാനപരമായി മുനമ്പം പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിയുകയാണ്.